ഉപ്പുമുളകിൽ നിന്നും സിദ്ധാർത്ഥ് പ്രഭു മാറിയതിന് പിന്നാലെ താനും ഉപ്പുമുളകിൽ നിന്നും ബ്രേക്ക് എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗൌരി ഉണ്ണിമായ രംഗത്തെത്തി. കരിയറിലും പഠനവുമൊക്കെ പോവുകയാണിനി. ഓഡിഷനിലൂടെയായിരുന്നു പരമ്പരയിലേക്ക് വന്നത്. ഈ സ്ഥലവും ആൾക്കാരുമൊക്കെ എനിക്ക് സ്ട്രേഞ്ച് ആയിരുന്നു. ഞാൻ നല്ല ടെൻഷനിലുമായിരുന്നു അന്ന്. ഓഡിഷൻ കഴിഞ്ഞ 2ാമത്തെ ദിവസം മുതൽ ഞാൻ ഈ കുടുംബത്തിലെ അംഗമായതാണ്. ഈ സ്ഥലവും ആളുകളുമൊക്കെ എനിക്ക് ഏറെ സ്പെഷ്യലാണ്. എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നത്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമൊക്കെ കിട്ടിയത് ഉപ്പുമുളകിലൂടെയാണ്. പാറമട വീടിന്റെ മുകളിൽ വെച്ചായിരുന്നു ഓഡിഷൻ. എല്ലാവരെയും കാണുന്നത് താഴെ വെച്ചായിരുന്നു. അന്ന് പ്രൊമോ ഷൂട്ടായിരുന്നു അവിടെ. പരമ്പരയിൽ നിന്നും ഇറങ്ങുന്നതിന് മുന്നേ എല്ലാം കാണിക്കണമെന്ന് കരുതിയിരുന്നു. ആ പരമ്പരയിലേക്ക് വന്നതിന് ശേഷം എല്ലാവരും എന്നെ അവരുടെ കുടുംബം പോലെയാണ് കാണുന്നത്. പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും വന്ന് സംസാരിക്കാറൊക്കെയുണ്ട്. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ അക്കാര്യത്തിൽ. ഉപ്പുമുളകിൽ നിന്നും ഞാൻ പോവുകയാണ്. വേറൊന്നും കൊണ്ടല്ല. കരിയറിൽ അടുത്ത ചുവട് വെക്കണം. പഠനത്തിൽ ഫോക്കസ് ചെയ്യണം. ഇന്നുവരെ കിട്ടിയ സ്നേഹത്തിൽ ഒരുപാട് നന്ദിയുണ്ട്. ഒരു ഫാമിലിയിൽ പോയി യാത്ര പറയുമ്പോൾ വിഷമം വരില്ലേ, അതുപോലെ ഒരു അവസ്ഥയായിരുന്നു. അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെച്ചല്ലേ പറ്റൂ. ഈ സ്നേഹവും പിന്തുണയും എന്നും കൂടെ വേണമെന്നുമായിരുന്നു ഉണ്ണിമായ പറഞ്ഞത്. പേഴ്സണലി കേശു നമ്മൾ പണ്ടോട്ടേ കണ്ടിട്ടുള്ളതുകൊണ്ടായിരിക്കും, ഇങ്ങനെ കണ്ടുവരുന്നോണ്ടായിരിക്കും പുള്ളിയിൽ ഇതുപോലെ ഈ അടുത്ത വീട്ടിലെ കുട്ടി ഒരു ഇമേജ് ആണ് ആള് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ എല്ലാരും പറയുന്നത് കേശു കറക്റ്റ് വേയിലാണ് പോകുന്നതെന്ന് തന്നെയാ പറയുന്നത്. അതിപ്പം ശരിക്കും പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിഫറെന്റ് ആണല്ലോ എല്ലാവരുടെയും. ഇപ്പം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നമ്മളാവണം എന്ന് ഒരിക്കലും ഇല്ല. ഇപ്പം ചില കുഞ്ഞു കുട്ടികള് എന്താ അവർ ഇത്രയും വലിയ ആൾക്കാരെ പോലെ സംസാരിക്കുന്നത്, അത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അവരങ്ങനെ സംസാരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അല്ലാതെ അത് അവരുടെ ക്യാരക്ടറാണ്, അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളത്. അപ്പൊ ഇത് 10 പേർക്ക് അത് ഇഷ്ടമായിരിക്കാം, 10 പേർക്ക് അത് ഇഷ്ടമല്ലായിരിക്കാം. അപ്പൊ കേശു എന്ന് പറയുന്ന ഒരു വ്യക്തിനെ അവന്റെ ഡ്രസ്സിങ് സ്റ്റൈൽ, അവനെ കാണുന്ന രീതി, അതൊക്കെ കുറെ പേർക്ക് ഇഷ്ടമായിരിക്കാം. അവൻ അങ്ങനെ ഫോളോ ചെയ്യണമെന്ന് കുറെ പേര് ആഗ്രഹിക്കുന്നുണ്ടാവും. അവനെ തന്തവൈപ്പാണെന്ന് വിളിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇപ്പൊ എന്നെ ഹേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ഉറപ്പായിട്ടുണ്ടാവും. നമ്മൾ ഇഷ്ടപ്പെടുന്നവരും കുറച്ച് പേര്, നമ്മളുണ്ടെന്ന് പോലും മൈൻഡ് ചെയ്യാതെ പോകുന്നവരും ഒത്തിരി പേരുണ്ട്. അപ്പൊ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി മാറാൻ നിന്ന് കഴിഞ്ഞാല് നമ്മൾ ഫ്ലോപ്പാ. അതിന്റെ ആവശ്യമില്ല. അപ്പൊ അത് തന്നെയാണ് ഇപ്പം എനിക്കാണെങ്കിലും ആള് ഇത്രയും ചെറിയ പ്രായത്തില് എത്രയോ കാര്യങ്ങൾ ചെയ്തു ലൈഫിൽ. അപ്പൊ അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ. അത് അവന് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി അവൻ നന്നായിട്ട് യൂസ് ചെയ്തു. ഇപ്പം ചില പിള്ളേർക്ക് അതിനുള്ള ടാലന്റ് ഉണ്ടാവും, അത്രയും ചെറുപ്പത്തിൽ അത് കിട്ടണം എന്നില്ല. പക്ഷെ അവൻ നല്ലൊരു അതായത് ഉപ്പുമുളകിൽ ഒരു 10 വർഷം വർക്ക് ചെയ്തു. പക്ഷെ അതിന്റെ ഒരു ഹെഡ് വെയിറ്റും ഇത് വെച്ചുകൊണ്ട് നടന്നിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ ഇന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കില്ലായിരുന്നു. അവൻ ഇത്രയും ഇപ്പൊ ഞങ്ങൾക്കൊക്കെ അവൻ സീനിയർ ആണ്. അപ്പൊ ഒരിക്കലും അവൻ അത് കാണിക്കുന്നില്ല. ഇപ്പോഴും അമ്മായി അല്ലെങ്കിൽ ചേച്ചിന്ന് വിളിച്ച് അവൻ കൂടെ വരുന്നുണ്ട്. അവൻ ഒരു ക്യാരക്ടർ ഉണ്ട് അവന്. ചില കുട്ടികൾ നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാലും നമ്മളൊക്കെ സീനിയർ ആണെങ്കിൽ അവരത് കാണിക്കും, പക്ഷെ നമ്മൾ കാണിക്കുന്നില്ല. ക്യാരക്ടറാണ്. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ കുറെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവാം, പക്ഷെ ക്യാരക്ടർ ഇല്ലെങ്കിൽ അത് ഭയങ്കര ഇതാവും. അതെ, റീസെന്റ് തെങ്ങി കയറാനൊക്കെ പഠിച്ചല്ലോ. അത് കണ്ടല്ലേ? ഞാൻ കണ്ടായിരുന്നു. അതെന്താ അറിയോ? അതെന്താ? തെങ്ങി കയറണം ഞാൻ കുറെ ദിവസമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കാലിന്റെ അടി ഫുള്ള് പൊട്ടിയിരിക്കും കേട്ടോ. തെങ്ങി കയറി ഞാൻ മെഷീൻ വെച്ച് കേറി. അതിന് മുന്നേ ഞാൻ കുറച്ച് അഭ്യാസം അവിടെ കാണിച്ചായിരുന്നു. അതിട്ടില്ല കാരണം ഇവിടേക്ക് ഇങ്ങനെ ഒരഞ്ഞിട്ട് കുറച്ച് പണിയായി. അച്ഛൻ്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞ അച്ഛൻ ചെയ്യിപ്പിക്കാം. അച്ഛൻ്റെ ഒരുപാട് തെറിയിട്ടിന്നല്ലേ. വേറെ ഒരു പണിയില്ല, കൈയും കാലും ഒടിഞ്ഞു കിടക്കുക. നാളെ നിനക്ക് തിരിച്ചു പോകേണ്ടത്, ഒരു ദിവസത്തേക്ക് വീട്ടിൽ പോയതാ. അപ്പൊ ഞാൻ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ്, അച്ഛൻ തെങ്ങി കയറും, ചുമ്മാ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അച്ഛൻ പറഞ്ഞു നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നതിനൊക്കെ ഏറ്റവും വലിയ വർക്കൗട്ട് ഇതാണ്. ശരിക്കും ആണ് കേട്ടോ. ഞാൻ ഇന്നലെ ഞാൻ കുറെ പ്രാവശ്യം കയറി ഇറങ്ങിന്നല്ലേ. കുറെ ഞാൻ പറഞ്ഞു ജിമ്മിൽ പോകണ്ട, അങ്ങനെ തിരിച്ചിറങ്ങി വന്നപ്പോ ലാസ്റ്റ് കാലിന്റെ അടി നോക്കിയപ്പോ ഫുള്ള് പൊട്ടി. നല്ല ആണല്ലേ? നമ്മൾ ആദ്യമായിട്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇടക്കിടക്ക് തെങ്ങി ഇൻസ്റ്റാഗ്രാമിൽ കുറെ കമന്റ് വന്നു, കൊച്ചിയിൽ നല്ലൊരു ജോലിയുടെ വാക്കൻസി ഉണ്ട്, ഞങ്ങളെ വീട്ടിലേക്ക് തേങ്ങ ഇടാൻ ആളെ കിട്ടുന്നില്ല എന്നൊക്കെ. അല്ലാതെ വേറെ ജോലി ഇങ്ങനെയെങ്കിലും ജീവിക്കാനോ എന്താ ഒരു പ്രൊഫഷൻ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ തെങ്ങി കയറാനും പഠിച്ചു നമ്മള്. ഈ ഫീൽഡിൽ വരുന്നതിനേക്കാൾ മുമ്പൊക്കെ ഒരുപാട് പണ്ട് ഒരാൾ ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അല്ലേ? അത് ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് നമ്മൾ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ വളർന്നു വരുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അച്ഛൻ പണ്ട് പോലെ പറയും, ശരിക്കും നമ്മൾ പേടിക്കുമ്പോഴാണ് നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് കൂടുതലും. അപ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്നെങ്കിൽ തിരിച്ച് എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ അത്രയെങ്കിലും ചെയ്തല്ലോ എന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നമുക്ക് ഉള്ളിൽ വരും. ചിലപ്പോൾ അവർക്ക് വേദന എടുത്തെന്ന് വരണം എന്നില്ല,
ബട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന്. കാരണം എനിക്ക് ആ റിഗ്രറ്റ്, എന്നെ +1 എന്നോട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്ത കുട്ടിയോട് 2 ദിവസം ഉണ്ടായിരുന്നു ആ ബിഹേവിയർ. ആദ്യത്തെ ദിവസം എനിക്ക് ഒന്നും ചെയ്യാൻ, ഞാൻ നമ്പായി പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് എന്നെ മൈൻഡിൽ കയറിയതാണ് എനിക്ക് ഇന്ന് തിരിച്ചു കൊടുക്കണം എന്നുള്ളത്. അത് നെക്സ്റ്റ് അവൻ ബാഡായിട്ട് ബിഹേവ് ചെയ്തപ്പോ കൊടുക്കാൻ പറ്റും, അത് കിട്ടാൻ വേണ്ടിട്ടായിരിക്കും. അതെ, അപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അത് അൾട്ടിമേറ്റ് ആണ്. ഇപ്പൊ അതെ, അത് ഭയങ്കര അൾട്ടിമേറ്റ് ആണ്. കാരണം പണ്ട് ഞാൻ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പോയപ്പോ ഒരു കുട്ടിയുടെ അച്ഛനാണ്, അതായത് എൻ്റെ അതേ ഏജുള്ള ഒരു കുട്ടിയുടെ അച്ഛൻ എന്നോട് മിസ്ബിഹേവ് ചെയ്തു. അപ്പൊ ഞാൻ കൊടുത്തു തിരിച്ച്. ആ സമയത്ത് ഭയങ്കരമായിട്ട് മിസ്ബിഹേവ് ചെയ്തു. അതെനിക്കറിയില്ല, അന്നത്തെ അഡ്രിനൽ റഷിന് ഞാനൊരു 4th സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു. അന്ന് എനിക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ അപ്പോഴാണ് ഞാൻ പറയുന്നത്, നമ്മളെ പാരന്റിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അന്ന് വീട്ടില് വന്ന് പറയുമ്പോ അവര് അയ്യോ മക്കൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പേടിച്ചു, പിന്നെ നമുക്ക് പേടിയായിരിക്കും. പിന്നെ അതിനുശേഷം ഒരാൾ മിസ്ബിഹേവ് ചെയ്തപ്പോൾ ഞാൻ അപ്പൊ റിയാക്ട് ചെയ്തിട്ട് അച്ഛനോട് ചെന്ന് പറഞ്ഞു. അച്ഛൻ നല്ല പൊട്ടിച്ചു, വീടിന്റെ അടുത്ത് അവർക്ക് നല്ല പൊട്ടിച്ചു. അപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ. അതൊക്കെ കണ്ടു വളരുമ്പോൾ നമ്മൾ എന്തായാലും കൊടുക്കാനുള്ള ഒരു ഇത് വരുമല്ലോ. ഇപ്പോഴും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവൻ ഈ ഒരു ഫീൽഡിൽ ആണെങ്കിലും അല്ലെങ്കിലും, ഈ ഫീൽഡിൽ മാത്രമല്ല മൊത്തത്തില് അത് വളരെ ഇമ്പോർട്ടന്റ്. എന്താ അറിയോ, പണ്ട് നമ്മള് എല്ലാവരും കണ്ണടച്ചങ്ങ് വിശ്വസിക്കുന്ന സമയമല്ലേ കുഞ്ഞുനാളായിരുന്നു. ഇപ്പൊ നമുക്കത് നമ്മൾ ഒബ്സർവ് ചെയ്യും. ഇപ്പൊ നമ്മൾ ആരോട് സംസാരിക്കണം, ആരോട് സംസാരിക്കണ്ട എന്നുള്ളത് നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ അങ്ങനത്തെ അനുഭവങ്ങൾ വളരെ വിരളമാണ്. പിന്നെ ബസ്സിൽ കൂടെ പോയാലും ട്രാവൽ ചെയ്യുമ്പോഴും നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആണ്, എങ്ങനെ എവിടെ ഇരിക്കണം, എങ്ങനെ റിയാക്ട് ചെയ്യണം. പിന്നെ ഇപ്പൊ മറ്റേ പേടിയില്ല, അയ്യോ ഈ അവര് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പവിത്രത, ആ സംഭവങ്ങളൊക്കെ മനസ്സിൽ വരുമ്പോഴാണ് നമ്മൾ നമ്പായി പോകുന്നത്. ആക്ച്വലി അങ്ങനെ അല്ല, അവർക്ക് എന്തും ചെയ്യാൻ നമുക്ക് തിരിച്ചു ചെയ്യാം. ഉപ്പും മുളകും ലൊക്കേഷൻ കാണണമെന്നൊക്കെ പറഞ്ഞ് കുറെ പേർ മെസ്സേജ് അയച്ചിരുന്നു. ഉപ്പും മുളകും ലൊക്കേഷൻ എന്നോ പാറമട വീടെന്നോ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അവിടെ എത്തും. ആദ്യമായി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ ഇതിന്റെ പിറകിൽ എവിടെയോ ആണ് എത്തിയത്. പിന്നെ ഇവരെ വിളിച്ചപ്പോഴാണ് കൃത്യമായ സ്ഥലം മനസ്സിലായത്. നല്ലതിനല്ലേ പോകുന്നത്, സങ്കടമുണ്ട്, എല്ലാം നല്ലതായി വരട്ടെ എന്നായിരുന്നു ഉപ്പുമുളകും ടീമിലുള്ളവർ ഗൗരിയോട് പറഞ്ഞത്. പ്രേക്ഷകരുടെ ഇഷ്ടം നേടി മുന്നേറുകയായിരുന്നു ഉപ്പുമുളകും പരമ്പര. നീലുവും ബാലുവും പിന്മാറിയ ശേഷം TRP റേറ്റിംഗിൽ വലിയ രീതിയിൽ ഒരു ഇടിവ് സംഭവിച്ചിരുന്നു. എന്നാൽ ലച്ചുവിന്റെ ഭർത്താവായി സിദ്ധു എത്തിയതോടെ മില്യൺ കണക്കിന് കാഴ്ചക്കാരെയാണ് പരമ്പരയ്ക്ക് ലഭിച്ചത്. പ്രവാസിയായ സിദ്ധുവായി എത്തിയത് സിദ്ധാർത്ഥ് പ്രഭു ആയിരുന്നു. മികച്ച പ്രേക്ഷക പിന്തുണയോടെ മുന്നേറുന്നതിനിടയിലാണ് സിദ്ധുവിന്റെ ആരാധകരെ നിരാശരാക്കിയ ഒരു വാർത്ത പുറത്തുവന്നത്. ഒരുപാട് സീരിയലുകളിലൂടെ ആരാധകരെ നേടിയതാണ് സിദ്ധാർത്ഥ് പ്രഭു. എപ്പോഴും പ്രേക്ഷകരുമായി അടുത്ത ബന്ധം പുലർത്താൻ ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ബാലതാരമായി അഭിനയ രംഗത്തേക്ക് വന്ന സിദ്ധു ഇപ്പോൾ 26 വയസ്സ് പിന്നിട്ട ഒരു വലിയ യുവാവ് തന്നെയാണ്. എങ്കിലും കണ്ണൻ എന്ന പേരിലെ ഇമേജ് താരത്തിന് പോയിട്ടുമില്ല. ഇപ്പോൾ സിദ്ധു ആണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യുവതാരം. എന്നാൽ മദ്യപിച്ച വാഹനം ഓടിച്ച കേസിൽ അറസ്റ്റിലായിരുന്നു സിദ്ധാർത്ഥ. ആ സംഭവത്തിന് ശേഷം ഒരു വലിയ ഇടവേള ഉണ്ടായി. ഒരു ബ്രേക്ക് ഉണ്ടായ ശേഷമാണ് സിദ്ധാർത്ഥ ഉപ്പുമുളകിലേക്ക് മടങ്ങിയെത്തിയത്. താൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സിദ്ധാർത്ഥ സീരിയലിലേക്ക് എത്തിയത്. പിന്നെയും ഉപ്പുമുളകിലേക്ക് എത്തിയത് എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു വീഡിയോയിലൂടെയാണ് സിദ്ധാർത്ഥ മടങ്ങിയെത്തിയത്. എന്നാൽ സിദ്ധാർത്ഥിനോട് ക്ഷമിക്കാൻ മാത്രമേ സിദ്ധാർത്ഥിനെ ഇഷ്ടപ്പെടുന്നവർക്ക് സാധിക്കുകയുള്ളൂ. കാരണം തട്ടിമുട്ടിയും എന്ന പരമ്പരയിലെ കണ്ണനായിട്ടാണ് നമ്മുടെ എല്ലാ മനസ്സിലേക്ക് സിദ്ധാർത്ഥ എത്തിയത്. ആ കുഞ്ഞു പയ്യൻ, അല്ലെങ്കിൽ ആ ഒരു ചെറുക്കൻ എന്ന് പറയുന്ന ഒരു ഇമേജിൽ നിന്ന് ഇപ്പോൾ ഒരു പയ്യനായിട്ട് വളർന്നെങ്കിലും നമ്മുടെ എല്ലാം വീട്ടിലെ ഒരു ആളെപ്പോലെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ അനിയനെ പോലെയോ സഹോദരനെ പോലെയോ മകനെ പോലെയൊക്കെ തന്നെയാണ് എല്ലാവരും സിദ്ധാർത്ഥിനെ ഇപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനോട് ആ സംഭവത്തിൽ എല്ലാവരും ക്ഷമിക്കുകയാണ് ചെയ്തത്. സംഭവത്തിൽ പരിക്കേറ്റ ആള് മരണപ്പെട്ട വാർത്ത ഒക്കെ ചർച്ചയെ മാറിയിരുന്നു. എന്നാൽ അപ്പോഴും സിദ്ധാർത്ഥിന്റെ പക്ഷം ചേർന്ന് നിൽക്കാനും സിദ്ധാർത്ഥിനെ കുറിച്ചും ചിന്തിക്കാനും എന്തോ ആരാധകർക്കും മനസാക്ഷിക്കുമെല്ലാം തോന്നിയിട്ടുണ്ട്. നാട്ടുകാരെയും പോലീസിനോടും അസഭ്യം പറഞ്ഞു എന്ന ആരോപണത്തിലാണ് സിദ്ധുവിനെ അന്ന് നാട്ടുകാർ കൈകാര്യം ചെയ്തത്. അറസ്റ്റ് ചെയ്ത് പിന്നീട് വീട്ടിലേക്ക് നിറഞ്ഞ് വിട്ടയച്ചുവെങ്കിലും ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആകെ വന്ന അപ്ഡേഷൻ ഇത് മാത്രമാണ്. പിന്നീട് ആ പരിക്കേറ്റയാൾ മരണപ്പെട്ടു എന്ന വാർത്ത എത്തിയിരുന്നു. പക്ഷെ ഉപ്പുമുളകും ആരാധകരെ നിരാശരാക്കുന്ന പോലെ തന്നെയാണ് പിന്നെയും സോഷ്യൽ മീഡിയയിൽ എത്തുന്ന വിവരം.
ചാനൽ സിദ്ധാർത്ഥിനെ പുറത്താക്കിയെന്ന പോലെയുള്ള സംസാരമാണ് കൂടുതലും. എന്നാൽ ചാനലോ അണിയറ പ്രവർത്തകരോ ഇത് സംബന്ധിക്കുന്ന യാതൊരു വിവരവും പങ്കുവച്ചിട്ടില്ല. സിദ്ധാർത്ഥ മടങ്ങിയെത്തിയ ശേഷം ഇപ്പോൾ ഉപ്പുമുളകിൽ ഒരു വലിയ അപ്ഡേറ്റ് നടന്നിരിക്കുകയാണ്. കാരണം വീണ നായരൊക്കെ ഇപ്പോൾ ഉപ്പുമുളകിൽ എത്തിയിട്ടുണ്ട്. പുതിയൊരു കഥാതന്തുവിലൂടെയാണ് ഉപ്പുമുളക് മുന്നേറാൻ പോകുന്നത്. എന്നാൽ താൻ ഉപ്പുമുളകിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ വീണ്ടും വന്നിട്ടുണ്ട്. തന്റെ പേരിലുള്ള ഒരു പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടാണ് ഔദ്യോഗികമായി താൻ ഉപ്പുമുളകിൽ നിന്നും ഇപ്പോൾ താൽക്കാലികമായി പിന്മാറുന്നുവെന്നും ഇനി ഒരു ബ്രേക്ക് ആണെന്നും സിദ്ധാർത്ഥ പറയുന്നത്. എന്താണ് സംഭവിച്ചതെന്നും ആ സീരിയലിൽ നിന്നും സിദ്ധാർത്ഥിനെ മാറ്റിയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാരണം സിദ്ധാർത്ഥിന് മാറേണ്ടി വന്നതാണോ, അന്നത്തെ ആ കേസാണോ പ്രശ്നം എന്നെല്ലാം എല്ലാവരും ചോദിക്കുന്നുണ്ട്.